ആളിക്കത്തിയ തരൂർ വിഷയം കെട്ടടങ്ങിയെന്നത് ശരി തന്നെ. എന്നാൽ അവിടം കൊണ്ട് കാര്യങ്ങളെ ഒതുക്കി തീർക്കാമെന്ന് ആരും കരുതേണ്ട എന്ന മട്ടിലാണ് സോണിയാഗാന്ധിയുടെ അടുത്ത ഉത്തരവ് വരുന്നത്. അതിനു പിന്നിൽ ചില കണക്കുകൂട്ടലുകളുണ്ട്, അതിലേക്ക് വരാം. എന്തായാലും വാളെടുത്തവൻ വാളാൽ തന്നെ എന്ന തന്ത്രമാണിപ്പോൾ സോണിയാഗാന്ധി പ്രയോഗിക്കുന്നത്. കാര്യം തനിക്കൊന്ന് വിലസാൻ പാകത്തിന്, വിശ്വപൗരനായ തന്റെ കഴിവുകളെ എടുത്തു കാണിക്കാൻ പാകത്തിന് തനിക്കൊരു പദവിയോ സംഘടനാ ചുമതലകളോ ഇതുവരെ നൽകാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായിട്ടില്ല എന്നാണല്ലോ തരൂരിന്റെ എക്കാലത്തെയും പരാതി. ആ പത്തിക്കെട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ പ്രിയങ്ക. കേരളത്തിൽ തദ്ദേശ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ അടുത്തടുത്ത് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തന്ത്രപ്രധാനമായ ചുമതല തരൂരിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് സോണിയ തന്റെ നിലപാട് കടുപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന 30 കേരള നേതാക്കന്മാരുടെ യോഗത്തിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പ്രിയങ്ക നടന്നത്. ഇതേ സമയം പ്രിയങ്കയുടെ കൂടെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഉണ്ടായിരുന്നു. ഇതേ തീരുമാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകട്ടെ എന്നാണ് അവസാന തീരുമാനമായി സോണിയാഗാന്ധിയും ഉത്തരവിൽ ഒപ്പുവെച്ചുകൊണ്ട് പറഞ്ഞത്. ഇതോടെ സർക്കാർ വിരുദ്ധ പരിപാടികൾക്ക് തുടക്കമാവുകയും ആ താക്കോൽ തരൂരിനെ ഏൽപ്പിക്കുകയുമാണുണ്ടായത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ കേരളം കത്തിയ വിഷയമായിരുന്നു തരൂർ കേരളത്തിലെ ഇടതുപക്ഷത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ ലേഖനം കുറിച്ചത്. കേരളത്തിൽ പിണറായി 3.0 ആഗ്രഹിക്കുന്ന എല്ലാ ഇടതുപക്ഷ നേതാക്കന്മാരും ആ ലേഖനം അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വെണ്ടയ്ക്ക മുഴുപ്പിൽ പങ്കുവെക്കുകയും ചെയ്തതോടെ തരൂർ പാർട്ടി വിടുന്നു എന്ന തരത്തിൽ 8 കോളം വാർത്തയുമായി. ഇവിടെയാണ് തരൂരിനെ പ്രത്യേകമായി കാണണമെന്ന് പറഞ്ഞ് രാഹുൽ സോണിയാഗാന്ധിയുടെ 10 ജൻപത് വസതിയിലേക്ക് വിളിച്ചത്. തൊട്ടു പിന്നാലെ നടന്ന ചർച്ചയ്ക്ക് ശേഷം രാഹുൽ ഒരു തീരുമാനമെടുത്തതുകൂടിയാണിപ്പോൾ ഈ പുറത്തു വരുന്നത്. അതായത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ 3ാം ഊഴത്തെ ഇല്ലാതാക്കാൻ അവരുടെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് തരൂരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ ആയാലും BJPയെ ആയാലും തരൂർ കടന്നാക്രമിക്കാറില്ല. എല്ലാം ഒരു മയരൂപത്തിൽ ഡിപ്ലോമസിയിലൂടെ മാത്രമേ തരൂർ മുന്നോട്ട് പോകാറുള്ളൂ. എന്നാൽ ഇത്തവണ അത് പറ്റില്ല. ലേഖനം പരന്ന അതേ ചൂടോടെ തിരിച്ചും ഇടതുപക്ഷത്തെ തകർക്കുന്ന ചൂടൻ വാർത്തകൾ തരൂരിലൂടെ പരക്കണം എന്ന ശക്തമായ നിലപാടാണിപ്പോൾ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അതിശക്തമായി എടുത്തിട്ടുള്ളത്. ഇവിടെ തരൂരിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കസേരയിൽ നോട്ടമിട്ട് ആരും ഇരിക്കേണ്ട, പോയി പണിയെടുത്ത് സംസ്ഥാനത്ത് വിജയമുറപ്പിച്ചിട്ട് ബാക്കി തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ചെന്നിത്തലയെയും VD സതീശനെയും ഒറ്റക്കെട്ടായി നിർത്തുക എന്ന കാര്യത്തിലേക്ക് കൂടി കേന്ദ്ര നേതൃത്വം കടുംപിടുത്തം പിടിച്ചതോടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ സതീശനും ചെന്നിത്തലയും കാലം ഇത്രയും കാണാത്ത തരത്തിൽ പരസ്പരം ഒത്തുചേർന്ന് പിണറായിക്കെതിരെ ചീറ്റിയത്. അത് മുന്നിൽ കണ്ടപ്പോൾ തന്നെ പിണറായി 2 പേർക്കുമിടയിൽ വിള്ളൽ വീഴ്ത്താനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. പക്ഷേ അതേറ്റില്ല. ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിലെ കല്ലുകടി എടുത്തു കളയാൻ താൽക്കാലികമായി ഇപ്പോൾ കേന്ദ്രത്തിനായിട്ടുണ്ട്. അവിടെ ഇടഞ്ഞു നിന്ന തരൂരിനെ വരുതിയിലാക്കാനും സാധിച്ചിട്ടുണ്ട്.